ഏറ്റവും സ്നേഹം നിറഞ്ഞ തൃത്താല നിയോജക മണ്ഡലത്തിലെ MSFൻ്റെ ഈ നിയോജക മണ്ഡലം സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഉസാമയുടെയും ഷാക്കിറിൻ്റെയും നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം MSFൻ്റെ നേതാക്കന്മാർ, ഈ സമ്മേളനം ആരംഭിക്കുമ്പോൾ സ്വാഗത ഭാഷണത്തിൽ ഉസാമ തന്നെ ഒരു തീപ്പൊരിയായിട്ടാണ് ഉസാമ ആരംഭിച്ചത്. അതിന് തുടർച്ചയായിട്ടാണ് ഷാക്കിറും സംസാരിച്ചു വച്ചത്. ഇനി അതിൻ്റെ പിറകിൽ ഒട്ടനവധി പ്രസംഗങ്ങൾ നടക്കാനുണ്ട്. വേദിയിൽ മുസ്ലിം ലീഗിൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഖജാൻജി, ഒരുപക്ഷെ കഴിഞ്ഞ പൊന്നാനി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മുതൽ വളരെ അടുത്ത പരിചയമുള്ള ഒരു തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന സംഘടനാ വൈഭവമുള്ള നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ഡോക്ടർ പ്രിയങ്കരനായ സലാം മാസ്റ്റർ അവറുകൾ, മുസ്ലിം ലീഗിൻ്റെ നിയോജക കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട SMK തങ്ങൾ അവറുകൾ, മുസ്ലിം ലീഗിൻ്റെ നിയോജക കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട T അസീസ് സാഹിബ്, തൃത്താല നിയോജക മണ്ഡലത്തിൽ നിന്ന് MSFൻ്റെ സംസ്ഥാന ഭാരവാഹിയായി, സംസ്ഥാനത്തെ 10-18 ഭാരവാഹികളിൽ ഒരാളായി മാത്രമല്ല, കേരളത്തിലെ കാലിക്കറ്റ് സർവകലാശാല നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം MSF പിടിച്ചെടുക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ഒരു നായകൻ, അത് തൃത്താലയുടെ പ്രിയപ്പെട്ട MSFൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷറഫ് പിലാക്കലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഷറഫിൻ്റെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നേതൃത്വം കൊടുക്കാറുണ്ടായിരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്ത് ഷറഫ് പിലാക്കൽ, മുസ്ലിം ലീഗ് നിയോജക കമ്മിറ്റിയുടെ ട്രഷറർ ചേക്കുട്ടി സാഹിബ്, പ്രിയപ്പെട്ട KB മുസ്തഫ, സജിത വിനോദ്, സക്കീർ കോഴിക്കര, ഷംസുദ്ദീൻ തിരുമറ്റത്ത്, സലീം മുതുപ്പള്ളി, MSFൻ്റെ മുൻ പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറിയും, ഒരുപക്ഷെ ഞങ്ങൾ ഹ്രസ്വമായ ചില യാത്രകൾക്ക് ദുബായിൽ ചെല്ലുമ്പോൾ അവിടെയും ഒരു MSFകാരനെ പോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകനുമായ ആസിം ആളത്ത്, MSFൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും MSFൻ്റെ സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ഭൗതികമായ നമുക്കെല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന പ്രിയപ്പെട്ട മുസ്തഫ പൊളിക്കൽ, സുഹൈൽ കുമ്പിടി, ബഷീർ, മുഹമ്മദ് അലി യാദവനാട് ഉൾപ്പെടെ പാലക്കാട് ജില്ലാ MSFൻ്റെ സെക്രട്ടറി ഊർജ്ജസ്വലനായ സിയാദ് പള്ളിപ്പടി ഉൾപ്പെടെ നിരവധിയായ നേതാക്കന്മാർ, അലി മാസ്റ്റർ ഉണ്ട്, KP മുഹമ്മദ് സാഹിബ് ഉണ്ട്, അലി കുമരല്ലൂരുണ്ട്, അബ്ദുറഹ്മാൻ സാഹിബ് ഉണ്ട്, പ്രിയപ്പെട്ട സുലൈമാൻ പുല്ല മുഹമ്മദ് സാഹിബ്, മുഴുവൻ നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്യാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. മുമ്പൊരിക്കൽ ഇതേ ഹാളിൽ MSFൻ്റെ ഒരു സമ്മേളനത്തിന് വന്നിട്ടുണ്ട്. അന്നുണ്ടായതിനേക്കാൾ 4 വർഷങ്ങൾക്കിപ്പുറം ആള് കുറയുകയല്ല, തൃത്താലയിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് സമ്മേളനങ്ങൾ ചരിത്രത്തിലേക്ക് അടയാളപ്പെടുത്തുകയാണ് ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്നത് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. തൃത്താല ഒരു പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഒരു നിയോജക മണ്ഡലമല്ല, മുസ്ലിം ലീഗിന് നിയമസഭാ സാമാജികന്മാരുള്ള മണ്ഡലമല്ല. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുടെയോ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയോ എണ്ണം എടുത്താൽ ഏറ്റവും കൂടുതലുള്ളതും ലീഗല്ല, അല്ലേ? എന്നാൽ ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി സംഘടന ഏത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം മാത്രമാണ്, അത് MSF ആണ് എന്ന് ഒന്നുകൂടി അടിവരയിടുന്നതാണ് നിങ്ങളുടെ ഈ സമ്മേളനം ഞങ്ങളെ ഓർമ്മപ്പെടുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തൃത്താല ഗവൺമെന്റ് കോളേജ് സംഘടനയ്ക്ക് ഒറ്റക്ക് ഭരിക്കാൻ കഴിയുന്ന ഒരു കാലം തൃത്താലയിലെ ഒരു വസന്തകാലമായി അടയാളപ്പെടുത്തുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ 6 വർഷവും 8 വർഷവും ചെങ്കൊടി മാത്രം പറഞ്ഞിരുന്ന ഈ നിയോജക മണ്ഡലത്തിലെ ക്യാമ്പസുകളിൽ ചെങ്കോട്ടകൾ തള്ളി തകർത്തുകൊണ്ട് അവിടെ MSFൻ്റെ ദ്വിവർണ്ണ പതാക പാറിപ്പറിപ്പിക്കാൻ കഴിഞ്ഞ അഭിമാനകരമായ ഒരു വസന്തകാലത്തിലാണ് തൃത്താലയിലെ MSFൻ്റെ ഈ സമ്മേളനത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് ഏറെ അഭിമാനത്തോടു കൂടി പങ്കുവെക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മൾ ഈ നിയോജക മണ്ഡലം സമ്മേളനങ്ങൾക്ക് മുഴുവൻ യൂണിറ്റ് സമ്മേളനം മുതൽ കാലം സമ്മേളനങ്ങളാണ് നമ്മൾ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഇന്നലെയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് MSFൻ്റെ ഈ സമ്മേളനങ്ങൾ മുഴുവൻ. പാലക്കാട്ടെ തൃത്താലയിലെ പ്രിയപ്പെട്ട നല്ലവരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മൾ ഓർമ്മപ്പെടുന്നത് നമ്മൾ ഇന്നലകളിൽ എവിടെ നിന്നാണ് നമ്മുടെ നടത്തം ആരംഭിച്ചത് എന്നാണ്. ഇന്ന് ഈ വസന്തമുള്ള കാലത്ത്, ഈ പ്രകാശമുള്ള കാലത്ത്, സകല നന്മകൾക്കും ചുവട്ടിൽ അഭിമാനപൂരിതമായി നിൽക്കുന്ന ഈ പുതിയ കാലത്ത് നിങ്ങളെ ഓർമ്മപ്പെടുന്നത് ഇന്നലകളിൽ എവിടെ നിന്നാണ് നമ്മൾ നടത്തം ആരംഭിച്ചത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ സമ്മേളന നഗരങ്ങൾ ഓരോന്നും കടന്നു പോകേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ചരിത്രം നമ്മളെ അടയാളപ്പെടുത്തുന്നുണ്ട്. അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത ഒരു ജനതയായിരുന്നു എൻ്റെയും നിങ്ങളുടെയും പൂർവ്വപിതാക്കന്മാർ.
മലബാറിലെ മാപ്പിള സമൂഹം എന്ന് പറഞ്ഞാൽ 100 പേരെടുത്താൽ 4 പേർക്ക് മാത്രം അക്ഷര വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു എന്റെയും നിങ്ങളുടെയും പൂർവ്വപിതാക്കന്മാരുടെ കാലം. 100 പേരെടുത്താൽ 4 പേർക്ക് മാത്രം അക്ഷര വിദ്യാഭ്യാസമുള്ള ഒരു കാലം. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ചരിത്രത്തിലേക്ക് മടങ്ങിയാൽ അതിനേക്കാൾ സാക്ഷരത ഉണ്ടായിരുന്ന ഒരു സമൂഹം. ഒരു പക്ഷേ ലോകത്ത് മറ്റൊരു സമൂഹത്തിനും കഴിയാത്ത വിധം ഒരു പുതിയ ലിപി കണ്ടെത്തിയ ഒരു സമൂഹത്തിന്റെ പേരാണ് മലബാറിലെ മാപ്പിള സമൂഹം എന്ന് പറയുന്നത്. അറബി മലയാളം സ്വന്തമായി ലിപികൾ കണ്ടെത്തി എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ആ ലിപിയിൽ എഴുതപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു ചരിത്ര മണ്ണാണ് മലബാറിന്റെ മണ്ണ്. ആ മണ്ണിൽ എങ്ങനെയാണ് അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത ഒരു ജനതയായി എന്റെയും നിങ്ങളുടെയും പൂർവ്വപിതാക്കന്മാർ മാറിപ്പോയത് എന്ന് ചരിത്രത്തിലേക്ക് നിങ്ങൾ പരിശോധിച്ചാൽ ആ ചരിത്രത്തിൽ വേദനാജനകമായ ചില അധ്യായങ്ങളെ വായിച്ചെടുക്കാൻ പുതിയ കാലത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തിന് സാധ്യമാകും. അത് 1498 വാസ്കോഡഗാമ കാലുകുത്തിയത് ഈ രാജ്യത്തിന്റെ കോഴിക്കോട് മലബാറിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ്. അന്ന് മുതൽ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ ചരിത്രം പറയാനുണ്ട് എന്റെയും നിങ്ങളുടെയും ഈ മലബാറിന്റെ മണ്ണിന്. ടിപ്പുവിന്റെ കോട്ട കിട്ടിയ നിങ്ങളുടെ പാലക്കാടും അതിനനുസരിച്ച് ഈ തീരദേശങ്ങളിൽ മുഴുവൻ പോരാട്ടത്തിന്റെ കഥ പറഞ്ഞ ഈ നാടിന്റെ ചരിത്രം എന്ന് പറയുന്നത് അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ചരിത്രമാണ്. ഒരുപക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് 200 വർഷമാണ് എങ്കിൽ മലബാറിലെ മാപ്പിളയുടെ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ ചരിത്രം 450 വർഷത്തെ ചരിത്രമാണ് എന്ന് ചരിത്ര പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ പൊരുതിയ ഒരു ജനതയാണ് 921 മലബാർ സമരത്തിന്റെ കെടുതിയിൽ അകപ്പെട്ടു പോയത്. അങ്ങനെ നിൽക്കുന്ന ഒരു ജനതയാണ് 47 വിഭജനത്തിന്റെ പേരിൽ ഒരു സമുദായമാകെ വേട്ടയാടപ്പെടുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു ജനതയാണ് 48 ജനുവരി മാസം 30 ഗാന്ധി വധത്തിന്റെ പേരിൽ അരക്ഷിതമായ ഒരു ജനതയായി മാറിയത്. ആ ജനതയെക്കുറിച്ചാണ് ബ്രിട്ടീഷ് സർവകലാശാല ഒരു പഠനം നടത്തിയത്. ആ പഠനത്തിൽ ബ്രിട്ടീഷുകാരൻ പറയുന്നുണ്ട് എന്താണ് 47-48 കാലഘട്ടങ്ങളിലെ മലബാറിലെ മാപ്പിളയുടെ വിദ്യാഭ്യാസത്തിന്റെ അടയാളപ്പെടുത്തലിനെ കുറിച്ച് ബ്രിട്ടീഷ് സർവകലാശാലയുടെ പഠനം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗം എവിടെയാണ് എന്ന് ബ്രിട്ടീഷുകാരൻ പഠനം നടത്തിയിട്ട് അവൻ പറഞ്ഞത് ലോകത്ത് സംസ്കാരമില്ലാത്ത ജനത. ലോകത്തെ 100 ദേശങ്ങൾ എടുക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ആദ്യം എഴുതി ചേർക്കപ്പെട്ട ദേശത്തിന്റെ പേര് ഉത്തരേന്ത്യയുടെ തെരുവുകളല്ല, ഗുജറാത്തിന്റെ ഗ്രാമങ്ങളല്ല, UP-യുടെ ഏതെങ്കിലും തെരുവുകളല്ല. പിന്നെയോ എന്റെയും നിങ്ങളുടെയും ഈ മലബാറിനെയാണ് ലോകത്ത് സംസ്കാരമില്ലാത്ത ജനത എന്ന് 947-48 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് സർവകലാശാല വിളിക്കപ്പെട്ടത്. ആ കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസമില്ലാത്ത ജനത ആരാണ് എന്ന ചോദ്യത്തിന് ബ്രിട്ടീഷ് സർവകലാശാല ഉത്തരം കൊടുത്തത് ലോകത്ത് വിദ്യാഭ്യാസമില്ലാത്ത ജനത. അത് 47-48 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ആദ്യത്തെ ദേശത്തിന്റെ പേര് മലബാർ എന്നാണ്. സമ്പത്തില്ലാത്ത ഒരു ജനത എവിടെ ജീവിക്കുന്നു എന്ന് ബ്രിട്ടീഷ് സർവകലാശാല ഒരു പഠനം നടത്തിയിട്ട് പറഞ്ഞത് MSFകാരെ 47-48 പറഞ്ഞത് നിന്റെ പൂർവ്വപിതാക്കന്മാർ ജീവിച്ച ഈ മലബാറാണ് ലോകത്ത് സമ്പത്തില്ലാത്ത ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ദേശം എന്ന് വെച്ചാൽ സംസ്കാരമില്ലാത്ത, സമ്പത്തില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ഒരു ജനത അതായിരുന്നു മലബാറിലെ പാവപ്പെട്ട മാപ്പിള സമൂഹമെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ആ മാപ്പിള സമൂഹത്തിന്റെ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളെയാണ് 942 അഭിമന്യനായ KM സിദി സാഹിബ് എന്ന അഭിമന്യനായ നേതാവ് ഹിമായത്തുൽ ഇസ്ലാം മദ്രസയുടെ അങ്കണത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. ഹിമായത്തുൽ ഇസ്ലാം മദ്രസയുടെ അങ്കണത്തിലേക്ക് 942 ഞാൻ നേരത്തെ പറഞ്ഞ് തകർന്നടിഞ്ഞു പോയ ഒരു സമുദായത്തിന്റെ മാപ്പിള സമൂഹത്തിന്റെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ വിളിച്ചിരുത്തിയിട്ട് അഭിമന്യനായ KM സിദി സാഹിബ് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കുക. എന്നിട്ട് പറഞ്ഞു നിരക്ഷരതയുടെ വരണ്ട ഭൂമിയിൽ അവരോട് പറഞ്ഞു നിങ്ങൾക്കൊരു പതാകയുണ്ട്, നിങ്ങൾ ആ പതാകയെ മുറുകെ പിടിക്കണം. അവർ ചോദിച്ചു ഏത് പതാകയാണ് പ്രിയപ്പെട്ട സിദി സാഹിബ് അങ്ങ് ഞങ്ങളുടെ കൈകളിലേക്ക് തരുന്നത്? സിദി സാഹിബ് അവരോട് പറഞ്ഞു അർദ്ധചന്ദ്രാങ്കിത, നക്ഷത്രാങ്കിത, ഹരിത ധവളിമ പതാകയുണ്ട്. അതിൽ 3 ത്രയാക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സംഘടനയുടെ പേരാണ് MSF എന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് അഭിമന്യനായ KM സിദി സാഹിബ് പറഞ്ഞു. അത് മാത്രമല്ല സിദി സാഹിബ് പറഞ്ഞത്, ആ പതാക പിടിച്ചുകൊണ്ടിരിക്കുമ്പോ സിദി സാഹിബ് പറഞ്ഞു നിങ്ങൾക്കൊരു മുദ്രാവാക്യമുണ്ട്. 942 100 പേരിൽ 4 പേര് മാത്രം അക്ഷരവിദ്യാഭ്യാസമുള്ള ഒരു ജനതയുടെ അവരുടെ മക്കളെ കൊണ്ടിരുത്തിയിട്ട് KM സിദി സാഹിബ് കോഴിക്കോട്ടെ ഹിമായത്തുൽ ഇസ്ലാം മദ്രസയുടെ അങ്കണത്തിൽ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു നിങ്ങൾക്കൊരു മുദ്രാവാക്യമുണ്ട്. ഏത് മുദ്രാവാക്യമാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക എന്നതാണ് നിന്റെ മുദ്രാവാക്യമെന്ന് അക്ഷരവിദ്യാഭ്യാസമില്ലാത്ത ഒരു ജനതയുടെ മക്കളോട് സിദി സാഹിബ് പറഞ്ഞു വെക്കുകയാണ്. അവിടെ നിന്ന് ആരംഭിച്ച ഒരു വിപ്ലവമുണ്ട്.
അന്നത്തെ കാലം എന്ന് പറയുന്നത് 1-ാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ പാവപ്പെട്ട വിദ്യാർത്ഥി സമൂഹം പഠിക്കാതെ വഴിമാറി നടക്കുമ്പോൾ MSFന്റെ ആദ്യത്തെ യോഗത്തിന്റെ മിനിറ്റ്സിൽ KM സിദി സാഹിബ് എഴുതി വെച്ചു, നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് 1-ാം ക്ലാസ്സിലേക്ക് വിദ്യാർത്ഥികളെ പഠിക്കാൻ, അവരെ പറഞ്ഞയക്കാൻ, അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുകയും അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നിന്റെ ഉത്തരവാദിത്തമെന്ന് ആദ്യ യോഗത്തിൽ നേതാവ് പറഞ്ഞു വെച്ചു. അങ്ങനെ ആരംഭിച്ച ഒരു സംഘടനയുടെ പേരാണ് MSF എന്ന് പറയുന്നത്. നമ്മൾ ഈ സംഘടന തുടങ്ങുമ്പോൾ 1942 നമ്മൾ ഈ സംഘടന ആരംഭിക്കുമ്പോൾ അക്ഷരവിദ്യാഭ്യാസമില്ലാത്ത, സമ്പത്തില്ലാത്ത, സംസ്കാരമില്ലാത്ത ഒരു ജനതയുടെ ഇടത്തിൽ അവരുടെ മക്കൾ കൂടിയിരുന്നപ്പോ ഒരു മദ്രസയുടെ അങ്കണത്തിൽ കൂടിയിരുന്നിട്ട് ഒരു കൊടി കൊടുത്തിട്ട് ഒരു മുദ്രാവാക്യത്തെ അഭിമന്യനായ KM സിദി സാഹിബ് പരിചയപ്പെടുത്തി. അത് പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക എന്നാണ്. അവിടെ സമരത്തെ ഓർമ്മപ്പെടുത്തിയില്ല, അവിടെ മറ്റൊന്നിനെയും ഓർമ്മപ്പെടുത്തിയില്ല. പഠനമാണ് ആയുധമെന്ന് ആ ജനതയോട് ഓർമ്മപ്പെടുത്തി. ഏത് ജനതയോട്? നിരന്തരമായി ഇവിടുത്തെ അധിനിവേശ വിരുദ്ധ സമൂഹത്തോട് പോരാടിക്കൊണ്ടിരുന്ന ഒരു സമൂഹം, അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾ നടത്തിയ ഒരു സമൂഹം, അതിൽ തകർന്നു പോയ ഒരു ജനത, അവിടെ വിദ്യാഭ്യാസമില്ലാതെ പോയ ജനത, സംസ്കാരം നഷ്ടപ്പെട്ടു പോയ ഒരു ജനത, അക്ഷര വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയ ഒരു ജനത, സമ്പത്ത് ചോർന്നു പോയ ഒരു ജനത. ആ ജനതയോട് പറഞ്ഞു, ഒരു ആയുധത്തെ KM സിദി സാഹിബ്, അത് പഠനമാണ്, നിങ്ങൾ ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞു. അവിടെ നിങ്ങോട്ട് ചരിത്രത്തെ നിങ്ങൾ വായിച്ചെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു തുണ്ട് ഭൂമി വാങ്ങാൻ കഴിവില്ലാതിരുന്ന ഒരു സമൂഹം, ഒരു കല്ല് കഷ്ടം വാങ്ങിക്കാൻ പണമില്ലാതിരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന് മുൻപിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ മെമ്പർഷിപ്പിന്റെ പണമെടുത്ത്, അതിന് പാർട്ടി നേതാക്കന്മാർക്ക് സഞ്ചരിക്കാനുള്ള കാറ് വിറ്റ പണമെടുത്ത്, ഒരു പക്ഷേ ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ അതിനെ നാഴികക്കല്ലായി അടയാളപ്പെടുത്തിയ വൈജ്ഞാനിക കേന്ദ്രം എന്ന് പറയുന്നത് അലിഗഡ് മുസ്ലിം സർവകലാശാലയാണെങ്കിൽ, മലയാളി മുസ്ലിം സമുദായത്തിന്റെ വൈജ്ഞാനിക കേന്ദ്രമായ വിപ്ലവത്തിന്റെ തുരുത്തായി മാറിയത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഫറൂഖ് കോളേജാണ് എന്ന് അടിവരയിട്ട് പറയാൻ വേണ്ടി കഴിയും. ആ ഫറൂഖ് കോളേജ് നിർമ്മിക്കാൻ, അതിന് സ്ഥലം വാങ്ങിക്കാൻ, അതിന് ബിൽഡിംഗ് ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ കാറ് വിറ്റ് മെമ്പർഷിപ്പിന്റെ തുകയെടുത്ത് മനോഹരമായ ഒരു കെട്ടിടം ഉണ്ടാക്കി അഭിമന്യനായ KM സിദി സാഹിബ് പറഞ്ഞു, ഇന്ത്യയുടെ അലിഗഡായി, ദക്ഷിണേന്ത്യയുടെ അലിഗഡായി, ഇന്ത്യയിൽ അലിഗഡ് പ്രസ്ഥാനങ്ങൾ എന്ത് ദൗത്യം നിർവഹിച്ചുവോ എന്ന പോലെ ഈ പാവപ്പെട്ട മാപ്പിള മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ വൈജ്ഞാനിക കേന്ദ്രമായി, അതിന്റെ പ്രസരിപ്പിന്റെ കേന്ദ്രമായി ഈ ഫറൂഖിലെ മൊട്ടക്കുന്നിലെ ഈ കെട്ടിടം മാറണമെന്ന് KM സിദി സാഹിബ് ആഗ്രഹിക്കുകയും അതിന് KM സിദി സാഹിബ് ഉറക്കെ വിളിച്ച പേരായിരുന്നു ഫറൂഖ് കോളേജ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു എന്നതാണ് ഏറ്റവും മനോഹരമായ കാര്യം. അവിടെ നിന്ന് ഇങ്ങോട്ട് കേരളത്തിലെ മുസ്ലിം സമുദായം നേടിയെടുത്ത എല്ലാ വൈജ്ഞാനികമായ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെയും കേന്ദ്രം എന്ന് പറയുന്നത് ഫറൂഖ് കോളേജാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് മുസ്ലിം ലീഗിന്റെ സമ്മേളന വേദികളിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ സംസാരിക്കുമായിരുന്നു, അത്രേ, ഞങ്ങളൊരു കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ കോളേജിലേക്ക് നിങ്ങളുടെ മക്കളെ പറഞ്ഞേക്കണമെന്ന്. 1-ാം ക്ലാസ്സിലേക്ക് കുട്ടികൾ പോവാത്ത കാലത്ത് ഒരു കോളേജ് ഉണ്ടാക്കിയിട്ട് ഒരു സംഘം നേതാക്കന്മാരെ കാത്തിരുന്നു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, നിങ്ങളുടെ മുദ്രാവാക്യം പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക എന്നാണ്. 1-ാം ക്ലാസ്സിലേക്ക് കുട്ടികൾ പോവാത്ത കാലത്ത് പഠിക്കുക എന്ന മുദ്രാവാക്യത്തെ ആയുധമായി ഒരുപറ്റം വിദ്യാർത്ഥികളുടെ കയ്യിൽ കൊടുത്തിട്ട് കോളേജ് ഉണ്ടാക്കി കാത്തിരുന്ന നേതാക്കന്മാർ, ആ ചരിത്രത്തിലൂടെയാണ് MSF കടന്നുപോയത്. ആ മുദ്രാവാക്യത്തെ ഏറ്റെടുത്തുകൊണ്ട് പിന്നീട് ഒരു തലമുറ വന്നു. MSFന്റെ മുദ്രാവാക്യം അഭിമന്യനായ CH മുഹമ്മദ് കോയ എന്ന മനുഷ്യൻ, ആ വിദ്യാർത്ഥി MSFന്റെ കൊടി പിടിച്ച വിദ്യാർത്ഥിയാണ്. ഒരു പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രിയായി CH മാറുമ്പോ CHനെ പ്രചോദിതമാക്കിയത് എന്റെ നേതാവ് ഒരു മുദ്രാവാക്യം നൽകിയിട്ടുണ്ട്. ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക എന്ന മുദ്രാവാക്യമാണ് എന്ന് CHന് അറിയാമായിരുന്നു. പണം കൊടുത്ത് പഠിക്കേണ്ട കാലത്ത്, 1-ാം ക്ലാസ്സിലേക്ക് കുട്ടികൾ പോവാത്ത കാലത്ത് എന്റെ പാർട്ടിയുടെ MSFന്റെ മിനിറ്റ്സിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്, 1-ാം ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കാൻ അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക എന്നത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിദി സാഹിബ് ഈ കൊടി MSFകാരുടെ കയ്യിൽ തന്നതെങ്കിൽ, ആ കൊടി പിടിച്ച MSFകാരനായ CH മുഹമ്മദ് കോയ എന്ന മനുഷ്യൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായപ്പോ MSFകാർ അറിയണം, ഇന്ത്യയിൽ നടപ്പിലാക്കാൻ മുൻപ് കേരളത്തിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് പറയാം. അതിന് നേതൃത്വം കൊടുത്ത നേതാവിന്റെ പേര് CH മുഹമ്മദ് കോയ എന്നാണ്. നോക്ക്, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശ്രീമാൻ AK ആന്റണി ഭരിക്കുമ്പോൾ MSFന്റെ പ്രസിഡന്റ് ഒരു കത്തുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുൻപിൽ, മുഴുവൻ MSFകാരും കേൾക്കണം, നിങ്ങളുടെ പ്രസിഡന്റ് ഒരു കത്തുമായി AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ മുഖ്യമന്ത്രി അടുത്തേക്ക് പോവാൻ, എന്നിട്ട് അഭിമന്യനായ AK ആന്റണിയോട് പറയാൻ, ഇത് ഞങ്ങളുടെ റെപ്രസെന്റേഷൻ ആണ്, എന്താ നിങ്ങളുടെ ആവശ്യം? കേരളത്തിൽ പ്രീ ഡിഗ്രി എന്ന് വെച്ചാൽ +1 +2 സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ MSFന്റെ കൊടി പിടിച്ച CHന്റെ അനുയായികൾ
ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാൻ +1 +2 സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. അഭിമന്യനായ ഇ ടി മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ ബഷീർക്ക് അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് അഭിമന്യനായ KMCD സാഹിബ് പറഞ്ഞിട്ടുണ്ട്, പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്നതാണ് ആയുധം. ഒന്നുമില്ലാത്ത ഒരു ജനത ഇന്ന് കേരളത്തിൽ അഭിമാനത്തോടു കൂടി തലയുർത്താൻ സാധ്യമാവുക അത് വിദ്യാഭ്യാസം ചേർത്ത് പിടിക്കുമ്പോഴാണ്. ഞങ്ങളുടെ നേതാവ് CH 1 മുതൽ 10 വരെ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ബഷീർ സാഹിബ്, അങ്ങേക്ക് ഞങ്ങൾ റെപ്രസെന്റേഷൻ തരുന്നു. +1 +2 സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് കേരളത്തിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന മുഖ്യമന്ത്രിയെ കണ്ട് അപേക്ഷ കൊടുത്ത് കേരളത്തിലെ സൗജന്യ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആദ്യമായി സംസാരിച്ച സംഘടനയുടെ പേരാണ് MSF എന്ന ചരിത്രത്തിൽ അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് രേഖപ്പെടുത്താം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ഷറഫ് ഇവിടെയുണ്ട്. MSFന്റെ പ്രിയങ്കരായ നേതാക്കന്മാർ സിയാദ് ഉൾപ്പെടെ നിങ്ങളുടെ നിയോജക മണ്ഡലം ഭാരവാഹികൾ ഉസാമയും ഷാക്കിറും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് MSFന്റെ ഒരു വലിയ സമരം നയിക്കേണ്ടി വന്നു. ഇപ്പൊ SLCയുടെ റിസൾട്ട് വന്നു. പ്രിയയുടെ ആയിഷയ്ക്ക് ഇവിടെ ഉണ്ടല്ലോ. കഴിഞ്ഞ തവണ ഞങ്ങൾ സമരം നടത്തുമ്പോൾ +1 സീറ്റില്ല. കേരളത്തിൽ മലബാറിൽ +1 സീറ്റില്ല. ഏറ്റവും കൂടുതൽ സീറ്റില്ലാത്തത് കോഴിക്കോട്, മലപ്പുറത്ത്, രണ്ടാമത് പാലക്കാട്. വലിയ സമരം നടന്നു, വലിയ പോരാട്ടം നടന്നു. ജയിലിൽ പോകേണ്ടി വന്നു. ജയിലിൽ പോകുമ്പോൾ ജാമ്യം കോടതിയിൽ വന്നു. കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, MSFകാർ ഹൃദയം കൊണ്ട് കേൾക്കണം. കോടതി ചോദിച്ചൊരു ചോദ്യം എന്തെന്നറിയോ? എന്താ നിങ്ങൾ സമരം ചെയ്തത്? ഞങ്ങൾ പറഞ്ഞു +1 പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് സീറ്റില്ല. കോടതി ചോദിച്ചു, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സമരം ചെയ്തത്? 10ാം ക്ലാസ് ജയിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കോടതി പറഞ്ഞൊരു കമന്റ് ഉണ്ട്, ഈ കുട്ടികൾ പഠിക്കാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്, പഠിപ്പിക്കാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ആർക്ക് ഉത്തരവാദിത്തമുണ്ട്? നിന്നെ പഠിപ്പിക്കാൻ നിന്റെ ബാപ്പയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നല്ല കോടതി പറഞ്ഞത്. നിന്നെ പഠിപ്പിക്കാൻ നിന്റെ ഉമ്മയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നല്ല കോടതി പറഞ്ഞത്. പിന്നെയോ കോടതി പറഞ്ഞത് നിന്നെ പഠിപ്പിക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. കാരണം കേരളം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം സമ്പൂർണ്ണവും സൗജന്യവുമായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്റ്റേറ്റിന്റെ പേരാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം അവരുടെ ബാപ്പക്കല്ല, അവരുടെ ഉമ്മക്കല്ല, അത് സർക്കാരിനാണ് എന്ന് പറയുമ്പോൾ ആ നിയമം നടപ്പിലാക്കിയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞു വെക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണം. ഒന്നുമില്ലാത്ത ഒരു ജനതയോട് പഠിക്കുക എന്നത് നിന്റെ മുദ്രാവാക്യമാണെന്ന് പറഞ്ഞ ഒരു സംഘടന, എന്നിട്ട് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഒരു സംഘടന, +1 +2 സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറഞ്ഞ ഒരു സംഘടന, ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന കേരളത്തിലെ മലബാറിലെ മുസ്ലിം സമുദായത്തിന്റെ വൈജ്ഞാനിക വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രത്തിന് ശിലപാകിയിട്ട് ഇവിടെ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് എന്ന് പ്രഖ്യാപിച്ച ഒരു സംഘടന, എന്തിനേറെ മമ്പാട് MES കോളേജ്, ആ കോളേജ് ഉണ്ടാക്കിയിട്ട് അതിന്റെ തലപ്പത്ത് പൂക്കോയത്തങ്ങളെ ഇരുത്തിയിട്ട് അഭിമന്യനായ പാണക്കാട് പൂക്കോയത്തങ്ങള് ഒരു ജനതയോട് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് എന്റെ കോളേജിലേക്ക് വഴി നടത്തൂ എന്ന് പൂക്കോയത്തങ്ങൾ പ്രഖ്യാപിച്ച മമ്പാട്ടെ കോളേജ്, അതിന്റെ തലപ്പത്ത് അഭിമന്യനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇരുന്നിട്ട് പുതിയ തലമുറയിലെ കുട്ടികളെ നിങ്ങൾ ഈ വഴി വരൂ എന്ന് പാണക്കാട്ട് തങ്ങന്മാരെ പ്രഖ്യാപിച്ച ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് കഴിഞ്ഞില്ല, അവിടെ തീർന്നില്ല. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ MSFന്റെ കൊടി പിടിച്ച് വളർന്നു വന്ന CH മുഹമ്മദ് കോയ എന്ന എന്റെയും നിങ്ങളുടെയും അഭിമന്യനായ നേതാവ് 1968 എന്റെ നിയോജക മണ്ഡലമായിട്ടുള്ള വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലത്തിനകത്ത് ഒരു മൊട്ടക്കുന്നിൽ, ആ കുന്നിന് മുകളിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുകയാണ്. ഒരു പക്ഷേ മലയാളിക്ക് ആദ്യമായി ഒരു സർവകലാശാല 1956 നവംബർ 1 കേരള പിറവിക്ക് ശേഷം ആദ്യത്തെ ഒരു സർവകലാശാല അത് അഭിമന്യനായ CH ഉണ്ടാക്കി. അവിടെ MSFകാർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. CHനടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട CH, അങ്ങുണ്ടാക്കിയ സർവകലാശാലയിൽ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു എന്ന് CH മുഹമ്മദ് കോയ സാഹിബിനോട് പറഞ്ഞപ്പോ CH പറഞ്ഞു, തിരഞ്ഞെടുപ്പിൽ ജയിച്ചതിൽ സന്തോഷമുണ്ട്, പക്ഷേ എനിക്കതിനേക്കാൾ സന്തോഷമുണ്ടാവുക നിങ്ങളിൽ നിന്നൊരാൾ പോസ്റ്റ് ഗ്രാജുവേഷന്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങളിൽ നിന്നൊരാൾ PhDയുടെ തീസിസുമായി എന്റെ അടുത്തേക്ക് വന്നാൽ എനിക്കതിലാണ് കൂടുതൽ സന്തോഷം ഉണ്ടാവുക എന്ന് പറഞ്ഞ നേതാവ്. കാരണം പഠിക്കുക എന്നതാണ് ആയുധം എന്ന് ഓർമ്മപ്പെടുത്തിയത് അഭിമന്യനായ KMCD സാഹിബാൻ. ആ CH ഉണ്ടാക്കിയ സർവകലാശാലയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഞാൻ മുഴുവൻ MSFകാരോടെ പറയുന്നു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർവകലാശാല ഭരിക്കുന്ന പാർട്ടി SFI ആണ് എന്ന് പറയുമ്പോൾ, SFIക്കാർ നിങ്ങളടുത്ത് വന്ന് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ സർവകലാശാല ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ തല താഴ്ത്തി നിൽക്കേണ്ടവന്റെ പേരല്ല MSF എന്ന് പറയുന്നത്. നിങ്ങൾ പറയണം, 1956 നവംബർ 1 കേരള പിറവിക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർവകലാശാല ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് എന്ന അഭിമാനത്തോടു കൂടി നിങ്ങൾ പറയണം. നിന്റെ പാർട്ടിയാണ് ഈ സർവകലാശാലകൾ മുഴുവൻ ഉണ്ടാക്കിയത്. നിങ്ങൾ പരിശോധിക്ക്, കാസർഗോഡ് ജില്ലയിൽ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി
ഇ അഹമ്മദ് എന്ന MSF നേതാവ് ഉണ്ടാക്കിയതാണ്. MSF ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറി ഇ അഹമ്മദ് സാഹിബാൻ. അദ്ദേഹം ഉണ്ടാക്കിയതാണ് കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയതാണ് മലപ്പുറത്ത് അലിഗഡ് സർവകലാശാലയുടെ ഓഫ് ക്യാമ്പസ് എന്ന് പറയുന്നത്. കോഴിക്കോട് സർവകലാശാല MSF നേതാവ് CH മുഹമ്മദ് കോയ ഉണ്ടാക്കിയതാണ്. കുസാറ്റ് യൂണിവേഴ്സിറ്റി അഭിമന്യനായ CH മുഹമ്മദ് കോയ സാഹിബ് ഉണ്ടാക്കിയതാണ്. കണ്ണൂർ ജില്ലയിൽ ആകെയുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രിയങ്കരനായ ET മുഹമ്മദ് ബഷീർ സാഹിബ് ഉണ്ടാക്കിയതാണ്. എന്തിനേറെ സംസ്കൃത ഭാഷ വേദഭാഷയായ സംസ്കൃതത്തിന്റെ പേരിൽ ഒരു സംസ്കൃത സർവകലാശാല അഭിമന്യനായ ET മുഹമ്മദ് ബഷീർ സാഹിബ് ഉണ്ടാക്കിയതാണ്. നോക്ക് നിങ്ങൾ, മലപ്പുറം ജില്ലയിൽ ഒരു മലയാളം സർവകലാശാല PK അബ്ദുറബ്ബ് എന്ന MSF നേതാവ് ഉണ്ടാക്കിയതായിരുന്നു. അഭിമന്യനായ PK അബ്ദുറബ്ബ് സാഹിബിന്റെ കാലത്ത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ ഉണ്ടാക്കിയത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർവകലാശാല ഉണ്ടാക്കിയത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാക്കന്മാരാണ്. നമ്മൾ അങ്ങനെയാണ് ഒരു സമൂഹത്തെ വഴിനിർത്തി കൊണ്ടുവന്നത്. നമ്മളെ നോക്കിയിട്ട് പലരും പറഞ്ഞു മദ്രസ സ്റ്റുഡന്റ് ഫെഡറേഷൻ, മദ്രസ സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ് MSF കളിയാക്കിയവർ, പള്ളി ദറസ് കമ്മിറ്റികൾ എന്ന് പറഞ്ഞ് MSF കളിയാക്കിയവർ, അവ കളിയാക്കിയവർക്ക് മുൻപിലാണ് ഹബീബിയൻ വസന്തത്തിന്റെ കാലത്ത് നേരത്തെ ഇവിടെ പ്രസംഗത്തിൽ ഉസാമ സൂചിപ്പിച്ചതുപോലെ കോട്ടകളായി കെട്ടിപ്പിടിച്ചു വെച്ച ക്യാമ്പസുകളുടെ കവാടങ്ങൾ ചവിട്ടി തുറന്ന് MSF പതാക ഉയർത്തിയത് പ്രിയപ്പെട്ട നേതാവ് ഹബീബ് റഹ്മാന്റെ കാലത്താണ്. ആ കാലം മുതൽ പൂർണ്ണാർത്ഥത്തിൽ ഒരു സംഘടനയായി നമുക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞു. പിന്നീട് മാറി മാറി വന്ന നേതാക്കന്മാർ അവർ പലതരത്തിലുള്ള വിപ്ലവങ്ങൾ നടത്തി. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ കാലത്ത് ഞാനും നിങ്ങളും MSF കൊടി പിടിക്കുന്ന കാലത്ത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി, നിങ്ങളുടെ പാലക്കാട്ടുകാരനായ മുൻ സംസ്ഥാന സെക്രട്ടറി 2 വർഷം മുൻപ് കാലിക്കറ്റ് സർവകലാശാലയുടെ കവാടത്തിൽ വെച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഇട്ട ഒരു സ്പീച്ച്, അതിൽ അദ്ദേഹം പറയാണ് കാലിക്കറ്റ് സർവകലാശാല എന്നല്ല, കേരളത്തിലെ ഒരു സർവകലാശാലയും ഭരിക്കാൻ MSF അനുവദിക്കില്ല എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ, ഇന്ന് നിങ്ങളുടെ ഈ സമ്മേളനത്തിൽ വന്നിരിക്കുമ്പോൾ അഭിമാനത്തോടു കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, 10 വർഷക്കാലമായി അധികാരം ഉള്ളം കയ്യിലുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിയെ വെച്ച് ഈ SFI എന്ന് പറയുന്ന സംഘടന സർവ്വ ക്യാമ്പസുകളിലും ഏകാധിപത്യം നടത്തുമ്പോൾ അധികാരമുള്ള SFIയെ 10 വർഷത്തെ കാലത്തിന് ശേഷം അവരെ തച്ചു തകർത്തുകൊണ്ട് 5 സർവകലാശാലയിൽ ഭരണപക്ഷത്തിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനയുടെ പേരാണ് MSF എന്ന് അഭിമാനത്തോടു കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സർവകലാശാലയിൽ ഇടം തരില്ല എന്ന് SFI പറയുമ്പോൾ ഇന്ന് 5 സർവകലാശാലയിൽ ഒന്നെങ്കിൽ സെനറ്റിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥി യൂണിയനിൽ ഭരണപക്ഷത്തിരിക്കുന്ന സംഘടനയുടെ പേരാണ് MSF എന്ന് പറയുന്നത്. കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ യൂണിയനിൽ ഭരണ പങ്കാളിത്തമുണ്ട്. കണ്ണൂർ സർവകലാശാലയിൽ സെനറ്റിൽ നമുക്ക് 2 അംഗങ്ങളുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റിൽ 4 പേരും യൂണിയൻ ഭാരവാഹിത്വത്തിലും അംഗത്വമുണ്ട്. കേരള ആരോഗ്യ സർവകലാശാലയിൽ നമുക്ക് യൂണിയൻ പങ്കാളിത്തമുണ്ട്. എന്തിനേറെ കേരളത്തിലെ ചിരപുരാതനമായിട്ടുള്ള കേരളം രൂപീകരിക്കുന്നതിന് മുൻപ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള അനന്തപുരിയിലെ അധികാര കേന്ദ്രങ്ങളിൽ ചെങ്കോട്ട എന്ന് പേരെഴുതി വെച്ചിട്ടുള്ള കേരള സർവകലാശാലയുടെ കവാടത്തിൽ MSF ദ്വിവർണ്ണ പതാക പാറിക്കുന്ന ഒരു പുതിയ കാലത്താണ് ഞാനും നിങ്ങളും ഉള്ളത് എന്ന അഭിമാനത്തോടു കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിയാരം മെഡിക്കൽ കോളേജ് രക്തസാക്ഷികൾ ഉണ്ടാക്കിയ കോളേജാണ്. ആ കോളേജിന്റെ അമരത്വം CH പിൻഗാമികളിരിക്കുന്ന വർത്തമാനകാലത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് എന്ന അഭിമാനത്തോടു കൂടി പറയുകയാണ്. പ്രിയപ്പെട്ട MSFകാരെ, നമ്മൾ ഈ വിജയങ്ങളൊക്കെ നേടിപ്പോകുമ്പോൾ ഈ ക്യാമ്പസിനകത്ത് SFI കൊണ്ടുവരുന്ന സകല തിന്മകളോടും പൊരുതിയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോയത്. എല്ലാ തിന്മകളോടും ഏറ്റുമുട്ടിയാണ് നമ്മൾ മുന്നോട്ട് പോയത്. പുതിയ ഈസങ്ങളെ ക്യാമ്പസിലേക്ക് കൊണ്ടുവരുമ്പോൾ, പുതിയ ചിന്തകളെ ക്യാമ്പസിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ വിപ്ലവത്തിന്റെ അടയാളങ്ങളായി മുസ്ലിം പെൺകുട്ടികളെ തലയിലെ തട്ടങ്ങൾ താഴേക്ക് വീഴുന്നതാണ് ഞങ്ങളുടെ വിപ്ലവത്തിന്റെ സിമ്പിൾ എന്ന് അവരെ പറഞ്ഞു വെക്കുമ്പോൾ ക്യാമ്പസുകളിൽ MSF പറഞ്ഞത് ഉദാത്തമായിട്ടുള്ള വിവാഹ ബന്ധങ്ങളുടെ രൂപപ്പെട്ടു വരുന്ന കുടുംബ ബന്ധങ്ങളെക്കാൾ ഇവിടെ ആ കുടുംബ ബന്ധങ്ങളെക്കാൾ ബാധ്യതകളൊന്നുമില്ലാത്ത ജീവിതങ്ങളാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്ന മുദ്രാവാക്യങ്ങളോട് കലഹിച്ചും തർക്കിച്ചുമാണ് നമ്മൾ ഈ വഴികളിലൂടെ കടന്നു വന്നത്. കൗമാരാവകാശം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളെ നിരാകരിക്കുക എന്ന് പറയുന്ന മൈത്രേയൻ സങ്കല്പങ്ങളാണ് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെടുകയും ക്യാമ്പസിന്റെ വരാന്തകളിൽ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ടുള്ള SFIക്കാരനോട് ഉമ്മയുടെ കാലിനടിയിൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ പൈതൃകത്തെ മുറുകെ പിടിച്ചാണ് ഈ കലാലയങ്ങൾ നമ്മൾ പോരാടിയത് എന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ ഈ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങൾ തലയിൽ ധരിക്കുന്ന ഹിജാബ് അത് നിങ്ങളുടെ തലയിൽ നിന്ന് താഴെ വീഴുക എന്നത് ഞങ്ങളുടെ പുരോഗമനമാണ് എന്ന് ഒരു CPM നേതാവ്
നേതാവ് മലപ്പുറത്ത് വന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് ഹിജാബ് ധരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹിജാബ് ധരിച്ചും, പൊട്ടു ധരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പൊട്ടു ധരിച്ചും, കഴുത്തിൽ കുരിശ് തൂക്കിയിട്ട് നടക്കാൻ ആഗ്രഹമുള്ളവന് കുരിശ് തൂക്കിയിട്ടും പിടിക്കാവുന്ന കൊടിയായി കേരളത്തിന്റെ ക്യാമ്പസുകളിൽ MSFന്റെ കൊടിയെ വളർത്തിക്കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ അവരോട് പ്രതിരോധം തീർത്തത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ കലാലയങ്ങൾ, ലൈബ്രറികളിൽ റിച്ചാർഡ് ഹോക്കിൻസിന്റെ പുസ്തകങ്ങളെ അവർ കൊണ്ടുവന്നു, സാം ഹാരിൻസിന്റെ പുസ്തകങ്ങളെ അവർ കൊണ്ടുവന്നു, ഹിച്ചാർഡിന്റെ പുസ്തകങ്ങളെ അവർ കൊണ്ടുവന്നു, ഡോണറ്റ് പെരന്റെ പുസ്തകങ്ങളെ അവർ കൊണ്ടുവന്നു. എന്നിട്ട് നിരീശ്വരത്തിന്റെയും നിർമ്മതവാദത്തിന്റെയും ചിന്തകളെ നമ്മുടെ കുട്ടികളിലേക്ക് കുത്തിക്കയറ്റുന്ന സമയത്ത് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ സധൈര്യം നമ്മൾ പറഞ്ഞു, ഏത് പുസ്തകങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നാലും പരിശുദ്ധ റസൂൽ കൊണ്ടുവന്നിട്ടുള്ള, ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള, പരിശുദ്ധ റസൂലിന് വേണ്ടി ഇറക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആന്റെ ഒരു വാക്കിന് പോലും പകരമാക്കാൻ കഴിയുന്ന മറ്റൊരു പുസ്തകത്തെയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ക്യാമ്പസിനകത്ത് ഈ പോരാട്ടത്തെ നമ്മൾ നയിച്ചത്. ക്യാമ്പസിന്റെ വരാന്തകളിൽ റോബസ്റ്റ് ഫ്രോസ്റ്റിന്റെ കവിതകളെ എഴുതി വെക്കപ്പെടുമ്പോൾ ആ റോബസ്റ്റ് ഫ്രോസ്റ്റിന്റെ കവിതകളിൽ പ്രചോദിതമാകുന്ന വിദ്യാർത്ഥി തലമുറ ക്യാമ്പസിൽ ഉണ്ടാകണം എന്ന് പറയപ്പെടുമ്പോൾ നമ്മൾ പറഞ്ഞു, അല്ല, ഫറസ്തക്കിന്റെ വരികളും ഈ ക്യാമ്പസിൽ ഉണ്ടാകും, ഇഖ്ബാലിന്റെ വരികളും ഈ ക്യാമ്പസിൽ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ധാർമ്മികതയുടെ പ്രതലത്തിലാണ് ഈ സംഘടനയെ നമ്മൾ മുന്നോട്ട് നയിച്ചു പോയത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട MSFന്റെ സഹപ്രവർത്തകരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിന്റെ ഒരു മുൻ DGP അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് എന്റെ പോലീസ് ജീവിതം എന്നാണ്. ആ പുസ്തകത്തിൽ ഒരു വിദ്യാർത്ഥിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാ MSFകാരും ഹൃദയം കൊണ്ട് കേൾക്കണം. അതിൽ പരിചയപ്പെടുത്തിയ വിദ്യാർത്ഥിയുടെ പേര് ഓം പ്രകാശ് എന്നാണ്. ഓം പ്രകാശ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ഒരു വിദ്യാർത്ഥി കേരളത്തിലെ SSLC പരീക്ഷയിൽ 10ാം തരം പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ മിടുക്കരായ വിദ്യാർത്ഥികളിൽ കേരളത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ 17ാമത്തെ റാങ്ക് നേടിയ വിദ്യാർത്ഥിയുടെ പേരായിരുന്നു ഓം പ്രകാശ് എന്ന് പറയുന്നത്. ഗാന്ധി ഈ പറയുന്ന ഓം പ്രകാശ് കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ എഴുതി വെക്കുകയാണ്, ഈ ഓം പ്രകാശിനെ ഈ കേരള സർവകലാശാലയിൽ അഡ്മിഷൻ എടുത്തു. ആ അഡ്മിഷൻ എടുത്ത ശേഷം അദ്ദേഹം പിടിച്ച ഒരു കൊടി SFIയുടെ കൊടിയാണ്. പിന്നീട് ഓം പ്രകാശിനെ കേരളം കണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനലുകളായ മലയം കീഴിൽ ഓം പ്രകാശ് എന്ന് പറയുന്ന ഒരു പേരിലാണ് പിന്നീട് അറിയപ്പെട്ടതെങ്കിൽ 17ാം റാങ്ക് നേടിയ ഒരു ചെറുപ്പക്കാരൻ തന്റെ സകല പ്രതീക്ഷകളുമായി കേരളത്തിലെ മികച്ച ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി കേരള സർവകലാശാലയിലേക്ക് ചെല്ലുമ്പോൾ ഒരു കൊടി പിടിച്ചതിന്റെ പേരിൽ ജയിലറയിലേക്ക് പോകേണ്ടി വന്ന ചെറുപ്പക്കാരനായി ചരിത്രം അടയാളപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പേര് കേരളത്തിലെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥിയിലെ 17ാം റാങ്ക് നേടിയ വിദ്യാർത്ഥി പിന്നീട് രേഖപ്പെടുത്തിയത് ഇവിടുത്തെ പോലീസിന്റെ ക്രിമിനൽ പുസ്തകത്തിലെ തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രമാദമായ ക്രിമിനലിന്റെ പേരായി അദ്ദേഹം പേരെഴുതി വെക്കപ്പെട്ട ഒരു കാലത്തിലാണ് നമ്മളുള്ളത്. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, MSFന്റെ കൊടി പിടിച്ചതിന്റെ പേരിൽ, MSFന് മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ, ഈ സംഘടനയുടെ മുദ്രാവാക്യം ഏറ്റുവിളിച്ചതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിക്കും ഒരു ജയിലറയിലും അഭയം പ്രാപിക്കേണ്ടി വന്നിട്ടില്ല എന്ന് അടിവരയിട്ട് പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാലോ, വയനാട് വെറ്റിനറി സർവകലാശാലയിൽ, ആ സർവകലാശാലക്കകത്ത് ഒരു വിദ്യാർത്ഥിയെ 14 ദിവസം പട്ടിണി കിട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞു, ഉമിനീരല്ലാത്ത മറ്റൊന്നും അദ്ദേഹത്തിന്റെ തൊണ്ടയിലൂടെ ഇറങ്ങിയിട്ടില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞു. ആ വിദ്യാർത്ഥിയെ 14 ദിവസം പട്ടിണി കിടുക മാത്രമല്ല, അദ്ദേഹത്തെ കെട്ടിത്തൂക്കി കൊല്ലുകയും ചെയ്തു. കൊന്ന ശേഷം അതിന്റെ പ്രതികളെ ലിസ്റ്റ് വന്നപ്പോ 1ാമത്തെ പ്രതി യൂണിറ്റ് SFIയുടെ സെക്രട്ടറി, 2ാമത്തെ പ്രതി SFIയുടെ യൂണിയന്റെ ജനറൽ സെക്രട്ടറി, അവര് പ്രതികളായി വന്നു. നമ്മൾ കേരളത്തെ ഓർമ്മപ്പെടുത്തുന്നു, മനുഷ്യത്വം മരവിച്ചു പോകുന്ന മൃഗതുല്യമായ മനുഷ്യരെയാണ് SFI എന്ന വിദ്യാർത്ഥി സംഘടന കേരളത്തിന് സംഭാവന ചെയ്യുന്നത് എങ്കിൽ MSF അവിടെയായിട്ട് പറയുന്നു, മനുഷ്യത്വം ഹൃദയത്തിൽ പേറുന്ന ചെറുപ്പക്കാരന്റെ പേരാണ് MSFകാരൻ എന്ന് അഭിമാനത്തോടു കൂടി പങ്കുവെക്കാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആമുഖമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. 1947-48 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് സർവകലാശാലയുടെ പഠനത്തിൽ സംസ്കാരമില്ലാത്ത ജനത, എന്റെയും നിങ്ങളുടെയും പൂർവ്വപിതാക്കന്മാർ മലബാറുകാർ, സമ്പത്തില്ലാത്ത ജനത, എന്റെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ മലബാറുകാർ, വിദ്യാഭ്യാസമില്ലാത്ത ജനത, എന്റെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ മലബാറുകാർ. എന്നാൽ ഇന്ന് 2025 നിങ്ങൾ പരിശോധിക്കണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഗ്രാമീണ ജില്ലയുള്ളത് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലല്ല, ഇന്ത്യ ഭരിക്കുന്ന അമിത് ഷായുടെ ജില്ലയിലല്ല. പിന്നെയോ 78 വർഷങ്ങൾക്ക് മുൻപ്
വിദ്യാഭ്യാസമില്ലാത്ത ജനത എന്ന് പറഞ്ഞ് എന്റെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ അപമാനിതരാക്കിയ ഈ മലബാറിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ ജില്ലയായിട്ടുള്ള ഏറ്റവും കൂടുതൽ സർവകലാശാലകളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ജില്ലയുള്ളത് ഈ മലബാറിലാണ് എന്ന് 2025 പുതിയ വിദ്യാർത്ഥി തിരുത്തി പറയുകയാണ്. എവിടെയാണ് ഈ കേരളത്തിൽ സംസ്കാരമില്ലാത്ത ജനത എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ തിരുത്തി പറഞ്ഞത് ഈ 2025 പറയുന്നു സംസ്കാരത്തിന്റെ അടയാളമായി ലോകത്താംഗലേയ ഭാഷയെ എഴുതി വെക്കപ്പെടുന്നുവെങ്കിൽ വിയോജിപ്പുണ്ടെങ്കിലും ചർച്ചയ്ക്ക് വേണ്ടി അംഗീകരിച്ചാൽ അതിന്റെ ഏറ്റവും പ്രമാദമായ ഗ്രന്ഥം ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആണെങ്കിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറിക്ക് തെറ്റുപറ്റിയെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ആ ബ്രിട്ടീഷുകാരൻ 76 വർഷങ്ങൾക്ക് മുൻപ് സംസ്കാരമില്ലാത്ത ജനത എന്ന് വിളിച്ച മലബാറിലെ മാപ്പിളയായ ഒരു വിദ്യാർത്ഥിയാണ് എന്ന് ചരിത്രത്തിൽ അതിമനോഹരമായി നമ്മൾ തിരുത്തി പറയുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ ഒഴുക്കിനെതിരെ നീന്തി വന്നവരാണ്. ഒന്നുമില്ലാത്ത കാലത്ത് നമ്മുടെ കൈകളിലേക്ക് ഒരു പതാക തന്നിട്ട് പഠിക്കുക വീണ്ടും പഠിക്കുക എന്ന് KMCD സാഹിബ് പറഞ്ഞു. അന്ന് ആരുമുണ്ടായില്ല ഈ സമുദായത്തിന്, ആരുമുണ്ടായില്ല ഈ തലമുറക്ക്. നമ്മൾ ഒറ്റക്കായിരുന്നു. ഇന്ന് പ്രതാപമുള്ള കാലത്തേക്ക് നമ്മൾ നടന്നെത്തിയിരിക്കുന്നു. ഇന്ന് വെളിച്ചമുള്ള കാലത്തേക്ക് നമ്മൾ നടന്നെത്തിയിരിക്കുന്നു. ഈ പ്രതാപമുള്ള കാലത്തും ഈ വെളിച്ചമുള്ള കാലത്തും എൻ്റെ മുൻപിൽ MSFകാർ നിങ്ങൾ പുതിയ പ്രതീക്ഷയുമായി പറന്നു പോകണം. നിങ്ങൾ നാളെ യൂത്ത് ലീഗിന്റെ കൊടി പിടിച്ച് ഇവിടെ ഉണ്ടാകണമെന്നല്ല MSF ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യം വിളിച്ച് സമ്മേളനത്തിന്റെ വരികളിൽ ഉണ്ടാകണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സിവിൽ സർവീസിന്റെ ലിസ്റ്റിൽ ഉണ്ടാകണം. നിങ്ങൾ IPSകാരായി മാറണം. നിങ്ങൾ IASകാരായി മാറണം. നിങ്ങൾ ഇവിടുത്തെ ഉന്നത പരീക്ഷകളിൽ നേടുന്നവരായി മാറണം. നിങ്ങൾ ഈ രാജ്യത്തിന്റെ പുറത്ത് സർവകലാശാലകളിൽ പഠിക്കുന്നവരായി മാറണം. നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കൻ രാജ്യങ്ങളിൽ സർവകലാശാലകളിലെ മിടുക്കരായ വിദ്യാർത്ഥികളായി മാറണം. ഇവിടുത്തെ MNC കമ്പനികളുടെ മാനേജർമാരായി നിങ്ങൾ ഉണ്ടാകണം. അങ്ങനെ നിങ്ങൾ ഉന്നതമായ പടികൾ കയറി പോകുമ്പോഴും ഒന്നുമില്ലാത്ത ഒരു കാലത്ത്, ആരുമില്ലാത്ത ഒരു കാലത്ത് തണലായി നിന്ന ഈ സംഘടനയെ മറന്നു പോകരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി ഈ സമ്മേളനത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് MSF. അസ്സലാമു അലൈക്കും.